നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ ഹോംവർക്കിനെ പറ്റി സംസാരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹോംവർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില സെൻറ്റൻസുകളാണ്, ചില വാക്യങ്ങളാണ്. ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അതായത് നമ്മൾ ചോദിക്കാറുണ്ട്, ഏതൊക്കെ വിഷയത്തിൽ നിന്ന് ഹോംവർക്ക് ഉണ്ട്? വാട്ട് സബ്ജക്റ്റ് ഹാവ് യു ഗോട്ട് ഹോംവർക്ക് ഇൻ? വാട്ട് സബ്ജക്ട്സ് ഹാവ് യു ഗോട്ട് ഹോംവർക്ക് ഇൻ? അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ചോദിക്കാം, വാട്ട് സബ്ജക്റ്റ് ഹാവ് യു ഗോട്ട് ഹോംവർക്ക് ടുഡേ? നമ്മൾ ടെൻസിനെ പറ്റിയൊക്കെ പഠിച്ചാണല്ലേ എപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും ഒക്കെ പഠിക്കുക. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ പുറകിലോട്ടുള്ള ചാപ്റ്ററിൽ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ഇംഗ്ലീഷ് ഒഴിച്ച് എല്ലാ വിഷയത്തിനും ഹോംവർക്ക് ഉണ്ട്. ഓൾ സബ്ജക്ട്സ് എക്സെപ്റ്റ് ഇംഗ്ലീഷ്. എക്സെപ്റ്റ് എന്ന് ഒഴിച്ച് അല്ലേ? ഓൾ സബ്ജക്ട്സ് എക്സെപ്റ്റ് ഇംഗ്ലീഷ്. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു? കുറേ നേരം ചെയ്തു അല്ലേ? ചെയ്ത് കഴിഞ്ഞോ ഹോംവർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? ഞാൻ കുറേ നേരമായിട്ട് ചോദിക്കുന്നു, നീ ഇതുവരെ ചെയ്ത് കഴിഞ്ഞില്ലേ? I have been asking you for a long time. Haven't you finished it yet? I have been asking. ഞാൻ കുറേ നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. For a long time. കുറേ നേരമായിട്ട്. Haven't you finished it yet? ഇതുവരെ നീ ചെയ്ത് കഴിഞ്ഞില്ലേ? Haven't you finished it yet? I have been asking you for a long time. Haven't you finished it yet? ഇല്ല, ഇപ്പം തീരാറായി കേട്ടോ. Not yet. I'm about to finish the homework. About to എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ചെയ്ത് തീരാൻ വേണ്ടി പോവാണ്. അതാണ് about to. Not yet. I'm about to finish the homework. ഈ ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ? I'm not able to find a solution for this question. Can you help me please? അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നുള്ളതിന് പകരം ആൻസർ എന്ന് വേണമെങ്കിലും പറയാം. I'm not able to find an answer for this question. Can you help me please? എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അത് അവിടെ തന്നെ നിൽക്കുക ഞാൻ, അതുകൊണ്ട് ഉത്തരം കിട്ടിയില്ല. I'm just trying to solve the first question, but I'm stuck there. അല്ലെങ്കിൽ I'm stuck here. ഇവിടെ തന്നെ നിൽക്കുക. I'm just trying to solve the first question, but I got stuck here. എനിക്ക് ചോദ്യം മനസ്സിലായില്ല, എന്നെ ഒന്ന് സഹായിക്കാമോ? I didn't get this question. Can you help me please? I didn't get this question. എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ I didn't understand this question എന്ന് വേണമെങ്കിലും പറയാം. I didn't understand this question. Can you help me please? പിന്നെ കാണിച്ചേ. നീ ഒന്ന് ടീച്ചർ പഠിപ്പിച്ചതൊക്കെ പഠിച്ചോ? അപ്പം നിനക്ക് ഉത്തരം കിട്ടും. Sure, show me. Please learn what your teacher has taught you today. Then you will be able to solve this problem. Sure, show me. Please learn what your teacher has taught you today. Then you will be able to solve this problem. അതെ, നിന്റെ ഹോംവർക്ക് ആവട്ടെ, എൻ്റെ അല്ല. I'm sorry, this is your homework, not mine. എൻ്റെ അല്ല. I'm sorry. എന്തിനാണ് I'm sorry? അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇംഗ്ലീഷ് ഒരു പൊളൈറ്റ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമേ ഇല്ല. No, I'm sorry. This is your homework, not mine. ഇപ്പോൾ വരെ എന്തായാലും ചെയ്തെന്നൊന്ന് കാണിച്ചേ. Show me how much have you done so far. Show me how much have you done so far. നീ എന്നെ ഹോംവർക്ക് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു, നന്ദി കേട്ടോ. You helped me a lot with my homework. Thank you so much. You helped me a lot with my homework. Thank you so much. നീ കളിക്കാൻ പോകുന്നതിന് മുമ്പ് നീ ഹോംവർക്ക് ചെയ്ത് തീർത്താലേ ആ കളി നിനക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. If you do your homework before you go for games, then you will be able to enjoy it. If you do your homework before you go for games, then you will be able to enjoy it. ഈ ഹോംവർക്ക് ചെയ്ത് തീരാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. Those who haven't completed the homework, please stand up. Those who haven't completed your homework, please stand up. കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ ഓർക്കുക. നമ്മളെല്ലാവരും ഓർക്കും അല്ലേ? I wish there were less homework. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ്, പക്ഷെ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് ഈ there were എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. I wish there were less homework. I wish there were less homework. അടുത്ത തിങ്കളാഴ്ച കേട്ടോ ഹോംവർക്ക് വെക്കേണ്ടത്. The homework is due next Monday. The homework is due next Monday. The homework is due next Monday. എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ ഒട്ടും സമയമില്ല.
I have no time to do my homework. I have no time to do my homework. ഞാൻ രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് ഹോംവർക്ക് ചെയ്യായിരുന്നു. I was up all night doing the homework. I was up all night doing the homework. ടീച്ചറിന് നമ്മൾ ഹോംവർക്ക് കണ്ടിട്ട് സംശയം തോന്നി. നീ ഒറ്റയ്ക്കാണോ ഹോംവർക്ക് ചെയ്തത്? Did you do the homework by yourself? Did you do the homework by yourself? അല്ല, ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. No, I didn't. Actually, my father helped me with my homework. No, I didn't. ഞാൻ തന്നെ ചെയ്തെങ്കിലോ? Yes, I did. No, I didn't. Actually, my father helped me with my homework. Did you do the homework by yourself? ഹോംവർക്ക് ചെയ്തിട്ടിരുന്ന ടി വി ആണ് കേട്ടോ. നമ്മുടെ അമ്മയൊക്കെ പറയാറില്ലേ, do your homework before you watch TV. Do your homework before you watch the TV. എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. ആർക്കാ ഇഷ്ടമുള്ളതല്ലേ? I don't like doing homework. I don't like doing homework. എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. I'm too lazy to do my homework. I'm too lazy to do my homework. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഒരു സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.